ഒരു നാൾ കടലിൽ ചെറു മത്സ്യങ്ങൾ കുറേ പേർ വലിയ മത്സ്യങ്ങളോട് ചെന്ന് പറഞ്ഞു, ഞങ്ങളെ തിന്നരുത്, നിങ്ങൾക്ക് കഴിക്കാൻ ഒരുപാട് പായലും മറ്റുമൊക്കെ ഉണ്ട്, കടലിൽ നിങ്ങൾക്ക് ഒരുപാട് ആഹാര സാധനങ്ങൾ കിട്ടും, ഞങ്ങളെയും നിങ്ങൾ ജീവിക്കാൻ അനുവദിക്കൂ എന്ന് ഈ ചെറു മത്സ്യങ്ങൾ വലിയ ചില മത്സ്യങ്ങളോട് പറഞ്ഞു. വലിയ മത്സ്യങ്ങൾ എന്ത് പറഞ്ഞു? നീയൊക്കെ എൻ്റെ അടിമയാ, ഞങ്ങളിവിടുത്തെ രാജാക്കന്മാരാണ്, നിന്നെയൊക്കെ ഞങ്ങൾ തിന്നും, നീയൊക്കെ ഇത്തിരി പോലത്തെ ചെറുതാണ് എന്ന് ഇങ്ങനെ വലിയ മത്സ്യങ്ങൾ ഈ ചെറിയ മത്സ്യങ്ങളോട് അഹങ്കരിക്കുകയും ഇവനെയൊക്കെ പിടിച്ച് തിന്നാനും തുടങ്ങി. അപ്പോഴുണ്ട് കാണാം, മത്സ്യം വലിയതുണ്ടല്ലോ, അവന്മാരെ എവിടെ വീണു, ഏത് കെണിയിൽ? മത്സ്യബന്ധനം ചെയ്യുന്ന ഫിഷർമാൻ അവരുടെ വലയിൽ കുരുങ്ങി. ഈ അഹങ്കാരം സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവന്മാരെല്ലാം മത്സ്യബന്ധനം ചെയ്യുന്നവരുടെ നെറ്റിൽ, ആ വലയിൽ കുരുങ്ങി. അപ്പോഴത്തേക്ക് ചെറു മത്സ്യങ്ങൾ എന്ത് ചെയ്തു? ഈ ചെറിയ ചെറിയ ഊട്ടകളിലൂടെ ആ നെറ്റിൽ നിന്ന് രക്ഷപ്പെട്ടു. ആ ചെറിയ ചെറിയ ഹോൾസിൽ നിന്ന്, ആ നെറ്റിൻ്റെ ചെറിയ ചെറിയ ഹോൾസിൽ നിന്നും അത് രക്ഷപ്പെട്ടു പോയി ചെറിയ മത്സ്യങ്ങൾ. ഈ വലിയ മത്സ്യങ്ങളെല്ലാം മനുഷ്യൻ്റെ ഉദരത്തിന് ഭക്ഷണവുമായി. അതുകൊണ്ട് ആർക്കും ഒന്നും അഹങ്കരിക്കാനില്ല. ഞാൻ വലുതാണ്, നീ ചെറുതാണ്, അങ്ങനെ വലിപ്പ് ചെറുപ്പമൊന്നുമില്ല. എല്ലാവരിലും ദൈവാംശം തന്നെയാണ്. ചിലർ കാഴ്ചയ്ക്ക് ഇത്തിരി ചെറുതായിരിക്കാം, ചിലരിത്തി വലുതായിരിക്കാം, സാമ്പത്തിക സ്ഥിതിയിലും മറ്റുമൊക്കെ, പക്ഷേ എല്ലാവരും ഒന്നാണ്. നമുക്ക് അഹങ്കരിക്കാനൊന്നുമില്ല. ഒരു നിമിഷം കൊണ്ട് അടുത്ത സെക്കൻഡിൽ നമുക്ക് എന്ത് സംഭവിക്കും നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ വലിയ മത്സ്യങ്ങളുടെ അഹങ്കാരം ചെറിയ മത്സ്യങ്ങളോട് എന്നതുപോലെ ആകാതിരിക്കും. ഇതാണ് നമ്മുടെ വിസ്ഡം ആൻഡ് മെഡിറ്റേഷൻ. അറിവിൻ്റെ മുത്തുകൾ NP സ്കൂൾ ഓഫ് തോട്ട്സിൽ വന്ന് ധ്യാനം അനുഭവിക്കും. ഉക്കുലേലെ മെഡിറ്റേഷൻസ് ആണ്. ഭൂമി ജീവിതം ധന്യമാക്കൂ. 9605743596 എൻ്റെ നമ്പർ. ഞാൻ കൊല്ലം അയത്തിലെ മെഡിട്രീന ഹോസ്പിറ്റലിലെ സൈക്കോളജിസ്റ്റാണ്. വെൽക്കം, വരിക. അതുകൊണ്ട് എളിമയും വിനയവും ആണ് ജീവിത വിജയം. എല്ലാവർക്കും നല്ലതുണ്ടാവട്ടെ, മംഗളം ഭവിക്കട്ടെ.